നടൻ കുഞ്ചാക്കോ ബോബൻ ആലപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിൽ വോട്ട് ചെയ്യാൻ വരുന്ന കാഴ്ചയാണ്. നടൻ കുഞ്ചാക്കോ ബോബൻ വോട്ട് ചെയ്യാൻ എത്തുകയാണ്. ആലപ്പുഴയിലാണ് നടൻ കുഞ്ചാക്കോ ബോബന്റെ വോട്ട്. ആലപ്പുഴയിലെ സെന്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിലെ ബൂത്തിലേക്ക് നടൻ കുഞ്ചാക്കോ ബോബൻ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ ആകെ 140 മണ്ഡലങ്ങൾ, അതിലെ പോളിംഗ് ശതമാനത്തിന്റെ ശരാശരി നോക്കുമ്പോൾ 11 മണിവരെ 33.28% പോളിംഗ് ശതമാനം. നടൻ കുഞ്ചാക്കോ ബോബൻ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴയിലാണ് അദ്ദേഹത്തിന് വോട്ടുള്ളത്. അദ്ദേഹം വോട്ട് ചെയ്യുകയാണ്. ആലപ്പുഴയിൽ നല്ല രീതിയിൽ തന്നെ വോട്ടിംഗ് ശതമാനമുണ്ട്. കണ്ണൂരിൽ നോക്കൂ, കണ്ണൂരിന്റെ കണക്കുകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. കുഞ്ചാക്കോ ബോബൻ വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. നേരത്തെ മമ്മൂട്ടിയൊന്നും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഏതായാലും സാംസ്കാരിക സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരെല്ലാവരും വോട്ട് രേഖപ്പെടുത്തുകയാണ്. കേരളം വിധി എഴുതുകയാണ്. അടുത്ത 5 വർഷം കേരളത്തെ ആര് നയിക്കണം എന്നുള്ള തീരുമാനം കേരള ജനത എടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളം വോട്ട് ചെയ്യുകയാണ്. വലിയ രീതിയിൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ ബൂത്തുകളിലും എല്ലാ മണ്ഡലങ്ങളിലും വലിയ ജനത്തിരക്ക്. ഒരു എക്സംഷനായി നമ്മൾ കണ്ടത് ഇപ്പോൾ കണ്ണൂർ ടൗണിലെ ഒരു പോളിംഗ് ബൂത്തിൽ മാത്രമാണ്. അതൊരു സ്പ്ലിറ്റ് വന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്നുള്ളതാണ് അവിടെയുള്ള സ്ഥാനാർത്ഥികളടക്കം പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ കേരളത്തിന്റെ ആകെ പോളിംഗ് ശതമാനം നമ്മൾ നോക്കുകയാണെങ്കിൽ 33.28. ഏറ്റവും ടഫ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നമുക്കറിയാം, അതായത് 3 മുന്നണികൾ, ത്രികോണ മത്സരം, അങ്ങനെ ഒരു ട്രയാങ്കിൾ ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. നേമം, വട്ടിയൂർക്കാവ്, പാലക്കാട്, അതുപോലെയുള്ള മണ്ഡലങ്ങളിൽ ഇതിനോടകം തന്നെ 36-35% മുകളിൽ 4 മണിക്കൂർ കൊണ്ട് 36% പോളിംഗിലേക്കൊക്കെ എത്തുകയാണ്. ടഫ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിൽ അപ്പോൾ ആരും വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കുന്നില്ല. എന്റെ വോട്ട് പാഴാകരുത്, ഞാൻ വോട്ട് ചെയ്യാത്തത് കൊണ്ട് ഒരാളും തോൽക്കരുത് എന്ന് തീരുമാനിച്ച് കേരളം വിധി എഴുതുകയാണ്. കേരള ജനത വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 23 വർഷം 23 ദിവസം കാടിളക്കിയുള്ള പ്രചാരണമായിരുന്നു. ആ പ്രചാരണത്തിന് ശേഷം കേരളം ഇപ്പോൾ വിധി എഴുതുകയാണ്.